ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇവിടെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഒരു കാറ് വാങ്ങുന്നുണ്ട്. അപ്പം കാറ് ഡെലിവറി ചെയ്യാൻ വരുന്നതാണ്. ഞാനും അപ്പായും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ കൊല്ലത്ത് ടാറ്റ ലെക്സോണിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്കൊരു പുതിയ ഗസ്റ്റിനെ കൂടെ ക്ഷണിക്കുകയാണ്. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പം ഞങ്ങൾ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പയും അമ്മയും കൂടെ വരുന്നുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ തുടങ്ങി, അതൊക്കെ സൈനൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ സൈഡിൽ കൂടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ചെറുതായിട്ട് വീഡിയോസ് ഇങ്ങനെ സൈഡിൽ കൂടെ. ഇപ്പം കുറച്ച് ലേറ്റായി പോയി എൻ്റെ വീഡിയോ. ഞാനിത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പം കാറ് ഡെലിവറി ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പം എനിക്കിപ്പോഴാണ് പറ്റിയത്. ആദൂട്ടൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആദൂട്ടനാണ് കാറിനോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പം അവന് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി അവൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ദേ അപ്പയും അമ്മയൊക്കെ വന്നു. അവർ ഒന്ന് റിലാക്സ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കാറിൻ്റെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോകാനായിട്ട് വന്ന് വിളിച്ചു. അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ ചേച്ചി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചി എല്ലാം കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഹാപ്പിയായി. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും ഇറങ്ങണം. അങ്ങനെ നേരെ വീട്ടിലോട്ട് പോവാണ്.
നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് നേരത്തെ വീട്ടിൽ പോകണം, കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണം വണ്ടി പൂജിക്കാൻ. നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ, ഗണപതി അമ്പലത്തിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്നൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുവാന്ന് നോക്കുവാണ്. കുറച്ച് സ്നാക്സ് ഐറ്റംസ് 4 പാക്കറ്റിൽ, പിന്നെ ഒരു ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ തുറന്ന് കാണിച്ച് ആദവിന് പൊട്ടിച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ വേഗം തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിലെ കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് നേരത്തെ ചെന്നാലല്ല പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയായി. അപ്പോൾ അമ്പലത്തിൽ പോകേണ്ട സമയം ആയിട്ടില്ല, എന്നാലും നമ്മൾ പൂജ ചെയ്യുന്നത് കൊണ്ട് നേരത്തെ ഇറങ്ങിയതാണ്. അങ്ങനെയായിട്ട് വണ്ടി എടുക്കാൻ പോവാണ്. ആദ്യമാണെങ്കിൽ വന്നപ്പോൾ തന്നെ കടയിലോട്ട് പോയിട്ട് കാറോ ഏതാണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് അതൊന്നും മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിനാണ് അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ സമാധാനപ്പെടുത്തിയിട്ട് നമ്മൾ ദേ കുളത്തിൻ്റെ അവിടോട്ട് വന്നു കേട്ടോ. അപ്പം സമയം ഒരുപാടായില്ല, നമുക്ക് അമ്പലത്തിലോട്ട് കയറാൻ സമയം ഇഷ്ടം പോലുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരമൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ പതുക്കെ ഉണ്ണിയപ്പത്തിനൊക്കെ എഴുതിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലോട്ട് കയറിയത്. അങ്ങനെ ഏട്ടൻ ഉണ്ണിയപ്പത്തിന് എഴുതിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് വാഹനപൂജയൊക്കെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെ അമ്പലത്തിൽ അല്ലാതെ കുറേ പൂജകളും കാര്യങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ 7 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്കുമാണ് വാഹനപൂജകളൊക്കെ ചെയ്യത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ അറിയാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നേരത്തെ വന്നിട്ട് എഴുതിക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ അറിയാം. നമ്മളൊരു 4:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വെയിലും ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പക്ഷെ ആളുകളൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമ്മളെ തൊഴുതു, തേങ്ങയൊക്കെ ഉടച്ചു, പ്രാർത്ഥിച്ചു, സാവകാശം സമാധാനത്തോടൊക്കെ തൊഴാൻ പറ്റി. പിന്നെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ചെയ്തത്. അപ്പം കുറേ നേരം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും ആളുകളൊക്കെ തൊഴാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ അമ്പലത്തിൽ കുറേ നേരം ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനൊരു കാരണം കൊണ്ടായാലും നമുക്ക് അമ്പലത്തിൽ ഒരുപാട് നേരം ഇരുന്ന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു അന്നേരം.
അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഈ കടയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കളിപ്പാട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കീ ചെയിനൊക്കെ വാങ്ങിച്ചു. പിന്നെ വണ്ടിയിൽ വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഇവിടെ വന്നിരുന്നു. ആദൂട്ടനാണെങ്കിൽ പിന്നെ എവിടെ ചെന്നാലും എത്ര കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞാലും അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അങ്ങനെ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ എത്ര കാറും വണ്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും പോകുമ്പം നിർബന്ധമാണല്ലോ. അങ്ങനെ ഒരു കാറൊക്കെ വാങ്ങി പിന്നെ ഏട്ടൻ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് അമ്പലത്തിനകത്തോട്ട് കൊണ്ടിടുകയാണ് കേട്ടോ. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു ഏട്ടൻ വണ്ടി കൊണ്ടിട്ടപ്പം. പിന്നെ സമയം കിടക്കുവാണ്. പൂജയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിൽ അന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് കൊണ്ടിട്ടത്. പിന്നെ വേറെ വണ്ടികളും ഒക്കെ കൊണ്ടിട്ട് തുടങ്ങി. അങ്ങനെ ഏട്ടൻ പോയി മാലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അമ്പലത്തിൽ വണ്ടിക്കകത്ത് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേറൊരു വണ്ടിയും കൊണ്ടിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് 3 വണ്ടികൾ ഉണ്ടായിരുന്നു അന്ന് പൂജ ചെയ്യാനായിട്ട്. അങ്ങനത്തെ പെട്ടെന്ന് തിരുമേനി വന്ന് പൂജയൊക്കെ ചെയ്തു. ചുമ്മാ വിളിച്ചു വേണ്ട, ചുമ്മാ വിളിച്ചു കണ്ടോണ്ട് വിളിച്ചു. എൻ്റെ കണ്ണാടിയുണ്ട്. അങ്ങനെ പൂജയൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഒരു 8:30 ആയി കാണും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോയി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ.